ഡിന്നറിന് എന്നും ചപ്പാത്തി തന്നെ വേണമെന്നുള്ളവർക്ക് ചപ്പാത്തിയുടെ കറി ഒരു വലിയ പ്രശ്നമാണല്ലേ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു കറിയുടെ റെസിപ്പി ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് ആലൂ ഗോബി മസാലയാണ്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ബേബി പൊട്ടറ്റോസാണ്. സാധാരണ ഉരുളക്കിഴങ്ങാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതാണെങ്കിൽ കുറച്ചുകൂടെ കാണാനും ഒക്കെ ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ കൂടുതലും ഇഷ്ടമാവും. ഇത് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ആ വെള്ളം കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുക്ക്ഡ് എന്ന് പറയാം. ഇത് കുക്ക്ഡ് പീസാണ്. ഉണ്ടായിരുന്ന കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇത് ഒരു 6 കാഷ്യൂനട്ട് ഞാൻ അല്പം വെള്ളം ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഒരു കാഷ്യൂ പേസ്റ്റ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഏതായാലും ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും മതി. നെയ്യ് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് മൂത്ത് പൊട്ടി വരും. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞതോ ഏതായാലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ. കൂടുതൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. നല്ല പോലെ ഒന്ന് മൂക്കട്ടെ. അതിനുശേഷം മാത്രം സവാള ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് നമുക്ക് ഒരുപാട് കറികൾ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് ദാൽ ഫ്രൈഡ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക. കടലക്കറി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയും നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. ഈ കറിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യിന് പകരം ഓയിൽ യൂസ് ചെയ്യാം. അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ബേബി പൊട്ടറ്റോസിന് പകരം സാധാരണ പൊട്ടറ്റോസ് യൂസ് ചെയ്യാം. ഇനി കോളിഫ്ലവർ ഇല്ലെങ്കിൽ പൊട്ടറ്റോ മാത്രം വെച്ചും ചെയ്യാം. അതല്ല പീസ് മാത്രം വെച്ചും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഒരു 4 പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇട്ടിട്ടുണ്ട്. സവാള നല്ലപോലെ വഴണ്ട് വരുന്നുണ്ട്. കളറൊക്കെ മാറി. ഇനി നമുക്ക് ഒരു തക്കാളി, ഞാനത് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ. മെയിനായിട്ട് കളറിന് വേണ്ടിയിട്ടാണ്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക.
പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും കോളിഫ്ലവറും പീസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കാഷ്യൂ പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പിടിച്ചോട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കറിക്ക് എത്ര ചാറ് വേണമോ അതനുസരിച്ചിട്ടുള്ള വെള്ളം. പൊട്ടറ്റോ വേവിച്ച സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ ഗ്രേവി കിടന്ന് നല്ലപോലെ ഒന്ന് കുക്കാവണം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറക്റ്റാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് ഇത് കസൂരി മേത്തിയാണ്. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊന്ന് ചൂടാക്കി പൊടിക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാക്കുക. ഇത് ഉലുവ ഇലയാണ്, ഉണക്കിയ ഉലുവയുടെ ഇല. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ തിരുമ്മി പൊടിച്ചെടുക്കാൻ പറ്റും. അത് ഈ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരും. അപ്പോൾ ഇത് മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കറി അതാ നല്ലപോലെ വെന്ത് കുറുകിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോയിലും കോളിഫ്ലവറിലും മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളെ ചേർക്കാനുള്ളൂ. ഒന്ന്, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കസൂരി മേത്തി, അതും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് മല്ലിയിലയും. ഇത്രയുമായാൽ നമ്മുടെ കറി റെഡി. ഇത് ഒരു അസാധ്യ ടേസ്റ്റുള്ള കറിയാണ്. ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഒന്ന്, ആദ്യത്തെ ആ ജീരകമിട്ടുള്ള താളിക്കലും, പിന്നെ ലാസ്റ്റ് ചേർത്ത കസൂരി മേത്തി പൊടിച്ചതും. അപ്പോൾ ഇനി ചപ്പാത്തിയുടെ കൂടെ കഴിക്കേണ്ട താമസമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടാവും എന്ന് ഞാൻ കരുതുന്നു. Thank you for watching.